കൂടി ഞാൻ 2 തവണ കണ്ടു. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്നൊരു ലോകേഷ് കനകരാജ് പടം. ഞാൻ ഈ ഒരു പടം രാവിലെയും കണ്ടു. പിന്നെ വൈകുന്നേരം ഫാമിലിയുടെ കൂടെ കണ്ടു. 2 തവണ കണ്ടപ്പോഴും എനിക്ക് കല്ലുകടിയായിട്ട് തോന്നിയത് ക്ലൈമാക്സിനടുത്ത് എത്തുമ്പോഴാണ്. അതായത് ആമീർ ഖാൻ്റെ കഥാപാത്രത്തിനൊന്നും പ്രോപ്പറായിട്ടുള്ള ഒരു ക്യാരക്ടർ ആർക്കില്ല. ഒരു കോമഡി പീസ് എന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഇതൊരു പ്രശ്നമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും പടത്തിൽ വേറെയും കുറേ ഫ്ലോസ് ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും പടം കണ്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ ഫ്ലോസ് ആയിട്ട് പറയുകയാണെങ്കിൽ ശ്രുതി ഹാസന് ഇപ്പോൾ 2 അനിയത്തിമാരുണ്ട്. ആ 2 അനിയത്തിമാരെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതേപോലെ ഈ പടത്തിൽ രജനീകാന്ത് ശ്രുതി ഹാസനടുത്ത് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തുകൊണ്ട് പറയുന്നില്ല. പടത്തിന്റെ അവസാനെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. അത് പറയാതെ ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. അതേപോലെ ഈ പടത്തിൽ ഒരു വലിയ ആളായിട്ട് രജനീകാന്തിനെ കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഇത്രയും പവർഫുൾ ആവുന്നത്? പിന്നെ രജനീകാന്തിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ആ ഒരു വ്യക്തി, അവർ തമ്മിലുള്ള ബോണ്ട് എങ്ങനെയാണ് ഇത്രയും സ്ട്രോങ് ആവുന്നത്? അതെവിടെയും പറയുന്നില്ല. ജസ്റ്റ് ചുമ്മാ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് എന്നല്ലാതെ ആ ഒരു ഡെപ്ത്, ആഴം അത് ആൾക്കാരിലേക്ക് എത്തിയോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ അനിയത്തിയെ കിട്ടാൻ രജനീകാന്തിന് പറ്റുന്നുണ്ട്. അവർ തമ്മിലുള്ള ബോണ്ട് അതൊന്നും എവിടെയും പറയുന്നില്ല. കുറേ അവിടെ ഇവിടെ ആയിട്ടുള്ള ഫ്ലോസ് ഉണ്ട്. അതൊക്കെ കുറച്ചും കൂടി പ്രോപ്പറായിട്ട് കാണിക്കണമായിരുന്നു. പിന്നെ ഈ പടത്തിൽ സൗബിനേക്കാളും മോശം പ്രവൃത്തി ചെയ്യുന്നത് നാഗാർജുനയാണെങ്കിലും സൗബിൻ്റെ ബ്രൂട്ടാലിറ്റിയാണ് ഈ ഒരു പടത്തിൽ കൂടുതലും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ സൗബിനാണ് റോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയെന്ന് തോന്നുന്നത്. ശരിക്കും സൗബിനേക്കാളും മോശം പ്രവൃത്തി ചെയ്യുന്നത് നാഗാർജുനയാണ്. അത് പടത്തിൽ പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ല. ശരിക്കും അത് കാണിക്കുമ്പോഴാണ് ഇദ്ദേഹം അത്ര റോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ റേഞ്ച് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇത് വിഷ്വലി കാണിക്കാതെ അവിടെ ഇവിടെയുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ പൊക്കിയടിച്ച് പറയുമ്പോൾ സൗബ് ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ റേഞ്ച് ടോപ്പായിട്ട് പോകുന്നു. നാഗാർജുനയുടെ റേഞ്ച് കുറച്ച് താഴെയായിട്ട് പോകുന്നു. ശരിക്കും നേരെ തിരിച്ചാണ് വേണ്ടത്. ഈ ഒരു പടത്തിൻ്റെ ഒരു പോയിന്റിൽ നാഗാർജുന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ നാഗാർജുന പറയുന്നതാണ് ശരിയെന്ന് തോന്നിപ്പോകും. പക്ഷേ അദ്ദേഹം ചെയ്തു വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിഷ്വലി കാണിക്കുകയാണെങ്കിൽ നമുക്ക് നാഗാർജുനയോട് ഒരു ദേഷ്യം വരും. അദ്ദേഹം ഒരു പോയിന്റിൽ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെയാവും. അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിലും അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോൾ അത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇത് വിഷ്വലി കാണിക്കാത്തതുകൊണ്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകും. പക്ഷേ അദ്ദേഹം ഇതിനേക്കാളും മോശം ചെയ്യുന്ന ഒരാളാണ്. അത് വിഷ്വലി കാണിക്കുന്നില്ല. രജനീകാന്ത് അവസാനം അത് പറയുന്നുണ്ട്. പക്ഷേ അത് പറയുന്നതിനേക്കാൾ ഉപരി വിഷ്വലി കാണിക്കുമ്പോഴാണ് നമുക്ക് ഓക്കെ ഇങ്ങനെ വേറെ ലെവൽ വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് വിഷ്വലി കാണിച്ച് തരാതെ ചുമ്മാ പറഞ്ഞപ്പോൾ അതിൻ്റെ ഇന്റൻസിറ്റി ആൾക്കാരിലേക്ക് കറക്റ്റായിട്ട് എത്തണമെന്നില്ല. എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു പടത്തിൽ സൗബിൻ്റെ ആ ഒരു ക്യാരക്ടർ ആർക്ക് ടോപ്പായിട്ടും നാഗാർജുനയുടേത് ഒരു മിഡായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെയുള്ളത് ഉപേന്ദ്രയാണ്. അദ്ദേഹത്തിന് നല്ലൊരു ക്യാരക്ടർ ആർക്കില്ല. ഒരു ഡെപ്ത് ഇല്ല. ഈ പടം എടുത്ത് നോക്കുകയാണെങ്കിൽ പടത്തിൻ്റെ തുടക്കത്തിൽ ഉപേന്ദ്ര ഒരാളെ കണ്ടിട്ട് പെട്ടെന്ന് പോകുന്നുണ്ട്. അതെന്തിനാണ് പോകുന്നത്? അതിൻ്റെ പ്രശ്നം എന്താണ്? അതൊന്നും പറയുന്നില്ല. ഒരു ഒരു കംപ്ലീറ്റ്നെസ് ഇല്ല. അദ്ദേഹം ഒരു ഇമ്പോർട്ടന്റ് റോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ക്യാരക്ടർ ആർക്കില്ല. ഇതേ പ്രശ്നം മറ്റ് ചില കഥാപാത്രങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും പടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെ. മോശം പടമാണെന്ന് എനിക്ക് തോന്നിയില്ല. കുറേ റിവ്യൂവേഴ്സ് വളരെ മോശമായിട്ടുള്ള റിവ്യൂസാണ് കൊടുത്തത്. അതായത് പടം ഒരു വാക്കും കൊള്ളില്ല, വളരെ മോശം എന്നൊക്കെ പറഞ്ഞപ്പോൾ സീറോ എക്സ്പെക്ടേഷൻസോട് കൂടിയാണ് ഞാൻ ഈ പടം രാവിലെ കാണാൻ വേണ്ടി പോയത്. പക്ഷേ കണ്ടു എനിക്ക് നല്ല ശതമാനം വർക്കായി. ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം വർക്കായി. അപ്പോൾ ഒട്ടുമിക്ക റിവ്യൂവേഴ്സും ഈ പടത്തിനെ നെഗറ്റീവ് കൊടുക്കാനുള്ള കാരണം അവർ എക്സ്പെക്ട് ചെയ്തത് ഒരു ആക്ഷൻ പടമാണ്. ലോകേഷ് കനകരാജ്, രജനി കൂട്ടുകെട്ടിൽ വരുമ്പോൾ ഒരു പക്ക ആക്ഷൻ പടമാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ അത് ലഭിച്ചില്ല. അതിൻ്റെ ആ ഒരു നെഗറ്റിവിറ്റിയാണ്. അല്ലാതെ പടം അട്ടർ ഫ്ലോപ്പ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കഥയുണ്ട്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ളൊരു കഥയൊന്നുമല്ല. നോർമൽ ആയിട്ടുള്ളൊരു റിവെഞ്ച് സ്റ്റോറി അത്രയാണ്. പക്ഷേ അതെനിക്ക് വർക്കായി. പിന്നെ ഈ ഒരു പടം ഡ്രാമയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ലോ ആയിട്ടുള്ള ഒരു വേൾഡ് ബിൽഡിംഗ് ആണ്. അതൊക്കെ കൊണ്ട് ലാഗ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ലാഗും സെക്കൻഡ് ഹാഫിൽ ഒരു പരിധി വരെ ലാഗൊക്കെ ഉണ്ട്. പക്ഷേ ആ ലാഗൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ആ ഒരു ജേർണി ഇഷ്ടപ്പെട്ടു. മോശമാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഓവറോൾ എനിക്ക് പറയാനുള്ളത് പടത്തിൻ്റെതായിട്ടുള്ള ഫ്ലോസ് ഉണ്ട്. പക്ഷേ കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. ഓവറായിട്ടുള്ള നെഗറ്റിവിറ്റി ഈ പടത്തിനെ ഡിസേർവ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു പടം കണ്ട ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.